പട്ടാമ്പി കീഴായൂർ തൂപ്പിൽ അംഗനവാടിയുടെ നവീകരിച്ച കെട്ടിടം നഗരസഭാ ചെയർപേഴ്സൺ ടി പി ഷാജി ഉദ്ഘാടനം ചെയ്തു. വാടക കെട്ടിടത്തിലാണ് അംഗനവാടി പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ആദ്യം ഒരു സൈഡ് വാള് കെട്ടണമെന്ന് പറഞ്ഞു. 5 ലക്ഷം രൂപ അന്ന് മാറ്റിവെച്ചുകൊണ്ട് അതിന്റെ പണി പൂർത്തീകരിച്ചു. പിന്നീട് അംഗനവാടിയുടെ നവീകരണത്തിനും സൗന്ദര്യവൽക്കരണത്തിനും വേണ്ടി വീണ്ടും 4 ലക്ഷം രൂപ ചെലവഴിച്ചാൽ 9 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ അംഗനവാടിയുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നത്. വരാൻ പോകുന്ന കാലത്തിൽ ഇതിലും നല്ല രീതിയിലൊരു അംഗനവാടി ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഏതെങ്കിലും നല്ല സ്ഥലം നോക്കുന്നുണ്ട്. നല്ല സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി വിശാലമായ രീതിയിലേക്ക് ഇത് മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നേരത്തെ അസ്ന പറഞ്ഞതുപോലെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു പ്രീ സ്കൂൾ എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഒരു വിദ്യാർത്ഥിനിയുടെ ആരോഗ്യം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജീവിത നിലവാരം അതൊക്കെ ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇത്തരം സ്ഥാപനങ്ങൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഇന്നൊക്കെ ഏറ്റവും അത്യാധുനിക കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. AI കാലഘട്ടമാണ്. ഏറ്റവും പുതിയ ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ചാണ് ഇന്ന് വിദ്യാഭ്യാസ രീതിയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, വിദ്യാഭ്യാസം കഴിഞ്ഞ് പൂർത്തീകരിച്ച് പുറത്തു വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ലോകോത്തര നിലവാരമുള്ള വിദ്യാർത്ഥികളെ നമുക്ക് നമ്മുടെ നാടിന് സംഭാവന ചെയ്യാൻ കഴിയുന്ന നല്ല സ്ഥാപനങ്ങളുള്ള ഒരു പ്രദേശം കൂടിയാണ് പട്ടാമ്പി. അപ്പൊ അത്തരം ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് ഈ അംഗനവാടിയിലൂടെയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. നഗരസഭ 9 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നവീകരിച്ചത്. വൈസ് ചെയർപേഴ്സൺ അസ്ന ഹനീഫ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ CP സജ്ജാദ്, ജിതേഷ് മോഴിക്കുന്നം, സഫീദ, C സംഗീത തുടങ്ങിയവർ സംസാരിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.